തൃശ്ശൂരിലൊരു കസ്റ്റമർ തന്ന ഓർഡർ ആയിരുന്നു ഇത്. അപ്പോൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞുവാവക്ക് വേണ്ടി ചെയ്ത ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും മോഡലും എല്ലാം കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ എനിക്കിപ്പോൾ ചെയ്യാനുള്ളത് കൊണ്ടിട്ട് തന്നെ വിഷുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ മെറ്റീരിയലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എനിക്ക് അവർ തന്ന സമയത്താണെന്നുണ്ടെങ്കിലും 2.5 മീറ്ററിലുള്ള ഈ ഒരു പീസ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ഓർഡർ എടുക്കാനായിട്ട് എനിക്ക് ചെറിയൊരു മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണെങ്കിലും നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ താഴത്തെ വശത്താണെന്നുണ്ടെങ്കിലും കസവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ നമ്മൾ വേറെ ആയിട്ട് പിടിപ്പിക്കുമ്പോഴേക്കും അതൊരു ബോറായിട്ട് തോന്നിയാലാന്ന് കരുതിയിട്ട് പിന്നെ അതങ്ങനെ ഒഴിവാക്കി എടുത്തതാട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൽ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് സത്യത്തിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫൈനൽ ലുക്കിൽ കാണുന്ന ടിഷ്യൂവിൻ്റെ നല്ലൊരു ഗോൾഡൻ കളറാണ് ഈ ഒരു മെറ്റീരിയലിന് വരണം കേട്ടോ. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത സമയത്തൊക്കെ വീഡിയോ നമ്മൾ എടുക്കുമ്പോഴേക്കും പുറത്തുനിന്നൊക്കെ നല്ല വെട്ടടിച്ചു കൊണ്ടിട്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഒരു ക്രീം ഷെയ്ഡായിട്ടല്ലേ തോന്നുന്നത്. ശരിക്കും ഇതിൻ്റെ കളർ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഞാൻ കാണിക്കണ കളറിലാട്ടോ ശരിക്കും വരണത്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ വിഷു സ്പെഷ്യൽ കുട്ടിപ്പട്ടുവടയും ബ്ലൗസും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ.